من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കരുണാമയനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സാഹചര്യത്തിലും പരമാവധി സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ള മുഅ്മിനീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലുള്ള 1-2 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ, വിശ്വാസിയുടെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. വിശ്വാസിയായ ഒരു മനുഷ്യൻ ഏത് സന്ദർഭങ്ങളിലും വേരറ്റു പോകാത്ത ഒരു മരം ഉറച്ചു നിൽക്കുന്നത് പോലെ ആ ഈമാനിൽ ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അഥവാ വിശ്വാസി എന്ന് പറയുന്ന ഒരു വ്യക്തി, അവൻ എല്ലാ രംഗത്തും ഒരു നിലപാടുള്ളവനാകണം എന്നുള്ളതാണ്. വ്യക്തിപരമായും സാമൂഹികപരമായും കുടുംബപരമായുമൊക്കെ ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അത് ഉണ്ടാവുക വിശ്വാസികൾക്കാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും അവനൊരു പ്രശ്നമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ജയിലാണ്. ഒരു ജയിലിന് നമുക്കറിയാം ഒരുപാട് പരിമിതികളുണ്ട്. 4 ചുമരുകൾക്കുള്ളിൽ ബന്ധിതമാണ്. ഉടുക്കാനും ഉറങ്ങാനും മാന്യമായി ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ഒന്നും ഒരു ജയിലില് സാധിച്ചോളണമെന്നില്ല. റസൂലുള്ളാഹി പറയാണ്, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ഒരു ജയിലാണ്. വ ജന്നത്തുൽ കാഫിർ. ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവ് ഒരു സ്വർഗമാണ്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ആലോചിക്കാനില്ല. അവനൊരു നാൽക്കാലികളെ പോലെ എന്തുമാവാം, ഏതും കഴിക്കാം, എന്തും ധരിക്കാം, എന്തും ചിന്തിക്കാം, എന്തും പ്രവർത്തിക്കാം. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആനും പ്രവാചകനും പഠിപ്പിക്കുന്ന ഒരുപാട് മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് വ്യക്തി ജീവിതത്തിലുണ്ട്, കുടുംബ ജീവിതത്തിലുണ്ട്, സാമൂഹിക ബന്ധങ്ങളിലുണ്ട്, വ്യാപാര വ്യവഹാര മേഖലകളിലുണ്ട്. സ്വന്തം മനസ്സിന്റെ ചിന്തകളാണെങ്കിൽ അതിൽ പോലും അതിരുവിടാൻ, ആ ജയിലറക്കുള്ളിൽ നിന്ന് പുറത്തു പോകാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞോളണമെന്നില്ല. നമുക്കറിയാം, ചുറ്റും വിഷക്കനികൾ പൂത്തു നിൽക്കുമ്പോഴും പൈശാചികമായ സ്വാധീനങ്ങൾ പിടിച്ചു വലിക്കുമ്പോഴും ഒരു യഥാർത്ഥ മുസ്ലിം ആയി ജീവിക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമായ ഒരു സാഹചര്യമാണ്, അവസ്ഥയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു. തിന്മകളും അനിസ്ലാമികതയും സമ്മതിക്കാത്ത, അത് കടന്നു വരാത്ത ആ ഒരു നിലപാടിന്റെ പേരാണ്
യഥാർത്ഥ ഈമാൻ എന്ന് പറയുന്നത്. കരിയിലകൾ പാറിപ്പോകുന്നത് പോലെ അത് പാറിപ്പോകാൻ ഒരു ഇളം കാറ്റ് മതി. അവിടെയും പിടിച്ചു നിൽക്കുന്ന ചില കരിയിലകളുണ്ട്. അത്തരത്തിലുള്ള പറ്റിപ്പിടിച്ച ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാവണം നമ്മുടെ മനസ്സിലെ ഈമാൻ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഭൗതിക പ്രമത്തതയുടെ അതിപ്രസരത്തിൽ ക്ഷയിച്ചു പോയ, നിർജീവമായി തീർന്ന ഒരു ഈമാനാണ് പലർക്കുമുള്ളത്. അഥവാ ബലക്ഷയം സംഭവിച്ച ഈമാനാണ്. ഒരു പ്രശ്നങ്ങൾ വരുമ്പോ അവിടെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. മുസ്ലിമാണെന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് പോലും കഴിയാതെ വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞു പോയ ഇന്നലകളിൽ നമുക്കൊക്കെ കാണാനും കേൾക്കാനും സാധിച്ചത് അത്തരത്തിലുള്ള ഒരു പിടി വാർത്തകളാണ്. ഞാൻ ഉദാഹരണം പറയുന്നില്ല. വിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ ഗുണമായി കൊണ്ട് പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരാരെന്നറിയുമോ? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചവരാണ്. സുമലം യർതാബു, പിന്നീട് അവർക്ക് ആ വിശ്വസിച്ച കാര്യങ്ങൾ സംശയമേ ഇല്ല. സംശയലേശമന്യേ വിശ്വാസം രൂഢമൂലമായവരാണ് അവർ. അവർക്കേ വിശ്വാസികൾ എന്ന് പറയുള്ളൂ. ഈ ആയത്തിന് തൊട്ട് മുമ്പ് വന്നൊരു ആയത്തുണ്ട്. അതെന്താണെന്നറിയോ? പ്രവാചകന്റെ കാലത്ത് കാട്ടറബികളായ കുറെ ആൾക്കാർ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലെ, ഞങ്ങളും മുസ്ലിങ്ങളാ, ഞങ്ങളും മുഅ്മിനീങ്ങളാണ്. അവർക്ക് വല്ല ഗുണങ്ങളൊക്കെ കിട്ടേണ്ട സന്ദർഭം വരുമ്പോ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരും. അങ്ങനെ തിരിഞ്ഞാലോ റസൂലുള്ളാഹിക്കെതിരെ പണിയെടുക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ അവിടെ ചെന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഞങ്ങളും വിശ്വാസികളാണ്. അപ്പൊ അല്ലാഹു ഒരു ആയത്തിറക്കി റസൂലുള്ളാഹിക്ക്. കാലത്തിൽ അറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. നിങ്ങൾ മുഅ്മിനീങ്ങളാ നിങ്ങൾ പറയണ്ട. എന്നിട്ട് അല്ലാഹു പഠിപ്പിച്ചു, ആരാണ് മുഅ്മിനീങ്ങൾ? അവർ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നവരാണ്. സുമ്മലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച കാര്യങ്ങളിൽ പിന്നീട് അവർക്ക് സംശയം ഉണ്ടാകൂല. വജാഹദു ബിഅംവാലിഹിം, അവർ അവരുടെ ധനം കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവരാണ്. വഅൻഫുസിഹിം, അവർ നഫ്സ് കൊണ്ടും ജിഹാദ് ചെയ്യും. പിന്നെ പറഞ്ഞു, ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാകുന്നു യഥാർത്ഥ സത്യസന്ധന്മാരായ വിശ്വാസികളെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, തലമുറകൾ ഇങ്ങനെ കഴിഞ്ഞു പോന്നപ്പോ ഇസ്ലാമിന്റെയും അതേപ്രകാരം ഈമാനിന്റെയും ആ ഇസ്സത്തൊക്കെ ചോർന്നു പോയി. അതിനെ പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോയി ഇന്നതിന്റെ പുറംതോടുമായി നടക്കുന്ന ആളുകളെയാണ്, ബഹുഭൂരിഭാഗം ആളുകളെയും നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെയാണ്. നമുക്കറിയാം, ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ കാലമാണിന്ന്. തിന്നാൻ കിട്ടിയാൽ ഏത് ആഘോഷവുമാകാം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ തിന്നുക മാത്രമല്ല, അതിനെ ന്യായീകരിച്ച് നടക്കുകയും ചെയ്യുന്നു. അതിന് ചില ആധുനിക മുഫ്തിമാരുടെ, മുഫ്തി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകം വാങ്ങിച്ച മുഫ്തിമാരല്ല ഞാൻ ഉദ്ദേശിച്ചത്, സ്വയം മുഫ്തിയാകുക, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവനവന്റെ കാര്യത്തിന് വേണ്ടി സ്വന്തമായിട്ടൊരു ഫത്വ ഉണ്ടാക്കി അതിനു വേണ്ടുന്ന ന്യായീകരണങ്ങളിലൂടെ സമർത്ഥിക്കാൻ കഴിവുള്ള ചില മുഫ്തിമാർ, അവർ ചെയ്യുന്ന എല്ലാ തിന്മകൾക്കും ഇസ്ലാമിന്റെ പരിവേഷം നൽകി. എന്നിട്ട് പറയും, ഞാനും ഒരു മുസ്ലിമാണ്, എന്റെ ഈമാൻ എന്നൊരു കോട്ട തട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ. അവിടെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ആയത്ത് പ്രസക്തമാകുന്നത്. അള്ളാഹു പഠിപ്പിക്കുന്നു, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹ്. മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട് കുറച്ച് ആൾക്കാര്, അവര് പറയും ആമന്നാ ബില്ലാഹ്,
ഞങ്ങൾ അള്ളാഹുവെ കൊണ്ട് വിശ്വസിച്ചവരാണ്, വബിൽ യൗമിൽ ആഖിരി, അന്ത്യനാളിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. വമാഹും ബിമുഅ്മിനീൻ, അള്ളാഹ് പഠിപ്പിക്കുകയാണ് അവർ മുഅ്മിനീങ്ങളല്ല. ഈമാൻ നാവുകൊണ്ടുണ്ടാവേണ്ടതല്ല, അത് ഹൃദയത്തിലാണ് അതിന്റെ സ്ഥാനം. ഹൃദയത്തിലേക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഈമാനിന്റെ ആ മരം ഒരു മനുഷ്യന്റെ മനസ്സിൽ നട്ടു കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ അവന്റെ ഹൃദയത്തിലേക്കാണ് ആഴ്ന്നിറങ്ങുന്നത്. അവനിൽ പിന്നീട് ആ വേരിൽ നിന്ന് വളരുന്ന ഈമാനിന് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞതാണ്. അള്ളാഹ് പഠിപ്പിക്കുന്നു, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിച്ചു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം വമാഹും ബിമുഅ്മിനീൻ, അവര് മുഅ്മിനീങ്ങളല്ല. എന്നിട്ട് പറയാ യുഖാദിഊനല്ലാഹ വല്ലദീന ആമനൂ, അവർ അള്ളാഹുവിനെ വഞ്ചിക്കുന്നവരാണ്, വിശ്വാസികളെയും വഞ്ചിക്കുന്നവരാണ്. വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ, സത്യത്തിൽ അള്ളാഹുവിനും അവന്റെ പ്രവാചകനും അവർ വഞ്ചിക്കുന്നത് മുഖേന ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. കണ്ടോ, ഇല്ല അൻഫുസഹും, അവർ വഞ്ചിക്കുന്നത് അവരെ തന്നെയാണ്. അതുകൊണ്ട് റസൂലിനോ ഇസ്ലാമിനോ യാതൊരു പോറലേൽക്കുകയുമില്ല. വമാ യശ്ഉറൂൻ, അത് മനസ്സിലാക്കാൻ തിരിച്ചറിയാനുള്ള വിവേകവും ബുദ്ധിയും അള്ളാഹു അവർക്ക് നൽകിയിട്ടില്ല. വാക്കും പ്രവൃത്തിയും തമ്മിലും രഹസ്യവും പരസ്യവും തമ്മിലും പൊരുത്തക്കേടുകൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് കാപ്പട്യം. കേട്ടല്ലോ, ഞാനൊന്ന് പറയാ, എന്നിട്ട് ഞാൻ വേറൊന്ന് ചെയ്യാം. എന്റെ മനസ്സിലൊന്നുണ്ടായിരിക്കുക, ഞാൻ പുറത്തേക്ക് വേറൊരാളാവുക. ഇതിന്റെ പേരാണ് നിഫാഖ് എന്ന് പറയുന്നത്. അതാണ് അറാബികളായ ആളുകൾ വന്നുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ സമ്മതിച്ചതും. ഉടനെ അള്ളാഹ് ആയത്തിറക്കി പറഞ്ഞു, മുഅ്മിനീങ്ങളല്ല റസൂലേ അവര്. റസൂലുള്ളാഹിയോട് എന്താ വന്ന് പറഞ്ഞത്? ഞങ്ങൾ വിശ്വാസികളാണ്. അള്ളാഹ് പറഞ്ഞു നിങ്ങൾ വിശ്വാസികളാന്ന് പറയണ്ട. എന്താ അവർക്കുള്ള കുഴപ്പം? അവർക്ക് ഈമാൻ അവർ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടില്ല. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കുന്നത് ബുദ്ധിയുള്ളവർക്ക് സൂചന കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശ്വാസത്തിൽ തന്നെ മുഴുത്ത കാപ്പട്യം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന, ഉള്ളിൽ കുഫറും പുറമെ ഇസ്ലാമും ഇസ്ലാമിക വേഷവും സ്വീകരിച്ചു വരുന്ന കപട വിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അല്ലാഹു ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് അവരുടെ സ്വഭാവത്തെ കുറിച്ച്. നമുക്കറിയാം, ഇന്ന് എല്ലാം ഒത്തു വന്നൊരു സീസണാണ്. സീസൺ എന്ന് ഞാൻ പറയുമ്പോ എല്ലാം കൊണ്ടും നമ്മുടെ മുസ്ലിം സമുദായത്തിലും മറ്റുള്ള സമുദായങ്ങൾക്കിടയിലെയും ലയിച്ചു ചേരാൻ ഏറെ സാധ്യതയുള്ള ഒരു സന്ദർഭവും സാഹചര്യം ഉണ്ട്. ഞാൻ പറയണ്ടല്ലോ, ഇന്നലെ ഒരു ജയന്തിയാണ്, നാളെയും മറ്റന്നാളും മറ്റൊരു ജയന്തിയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് വരാനുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജയന്തിയാണ്, ഇല്ലേ? എല്ലാ കാര്യങ്ങളും ഒത്തു വന്ന സീസൺ എന്ന് പറയാനുള്ള കാരണം അതാണ്. അത് ആര് ചെയ്താലും, സ്വർണത്തിന്റെ സൂചി കൊണ്ട് ഒരാള് കണ്ണിന് കുത്തിയാലും കണ്ണ് പൊട്ടും, ഒരു മൊട്ട് സൂചി കൊണ്ട് കുത്തിയാലും കണ്ണ് പൊട്ടും. സ്വർണത്തിന്റെ സൂചി കൊണ്ട് കുത്തിയാൽ കണ്ണ് പൊട്ടൂല എന്നുള്ള ന്യായവും വാദമൊന്നും ശരിയല്ല. കണ്ണിന് പരിക്കേറ്റ കണ്ണ് പൊട്ടുമ്പോൾ സ്വർണത്തിൻ്റെതായാലും വെള്ളിൻ്റെതായാലും സാധാ മൊട്ട് സൂചി ആയാലൊക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമിന്റെ ആശയ ആദർശങ്ങൾക്ക് വിരുദ്ധമായി അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കെതിരായിക്കൊണ്ട് ആര് ചെയ്താലും അതിൻ്റെയൊക്കെ പേര് നിഫാഖും കുഫറും തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയാം. നമ്മളെല്ലാ കൊല്ലം കേൾക്കുന്നതാ. റജാ സംഭവത്തിൽ പിടികൂടപ്പെട്ട
മഹാനായ സഹാബി സയ്യിദ് ബിൻ ദൂസന്ന എന്ന് പറയുന്ന സഹാബിയെ ശത്രുക്കൾ വധിക്കാൻ വേണ്ടി തീരുമാനിക്കാം. ആ ശത്രുക്കൾ വധിക്കാൻ വേണ്ടി തീരുമാനിച്ച് അദ്ദേഹത്തെ കഴുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അബൂ സുഫിയാൻ അദ്ദേഹത്തോട് ചോദിക്കാണ് ചോദ്യം, നിന്റെ സ്ഥാനത്ത് ഈ ദുഃഖിക്കൊല്ലാൻ കൊണ്ടുപോകുന്നത് മുഹമ്മദിനെയാണ്, അഥവാ ഇസ്ലാമിന്റെ പ്രവാചകനെയാണ്. നീ ആ സമയത്ത് വീട്ടിൽ സ്വസ്ഥമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഒരു സങ്കല്പമാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയ സയ്യിദ് ഇബ്നു ദൂസന്ന പറയാണ്, എന്റെ സ്ഥാനത്ത് ഞാൻ എന്റെ വീട്ടിൽ സ്വസ്ഥമായിരിക്കുകയും എന്റെ പ്രവാചകനെ ഞാൻ ഇരിക്കുന്ന ഈ കഴുമരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ വധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, എനിക്കതൊരിക്കലും സഹിക്കാൻ കഴിയില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ മഹാനായ സഹാബി സയ്യിദ് ഇബ്നു ദൂസന്ന പ്രതികരിച്ചത് ആ രൂപത്തിലാണ്. സഹാബത്തിന്റെ കോലമാണ്, അവരുടെ ഈമാനിന്റെ ലക്ഷണമാണത്, അവന്റെ അടയാളമാണത്. എന്ത് ഒന്ന് വിചാരിച്ചാൽ മതി. റസൂലുള്ളാഹിയോട് പറഞ്ഞത്, ഞങ്ങളെ കുറ്റം പറയണ്ട, ഞങ്ങൾ ദൈവങ്ങളെ കാണുമ്പോ ഞങ്ങൾ ആഘോഷങ്ങൾ വരുമ്പോ ചെന്നതിനെ ആദരിച്ചാ മതി. റസൂലുള്ള പറഞ്ഞു, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ പണി വെക്കാം, എനിക്ക് എന്റെ പണിയുണ്ട്, എന്റെ ദീനുണ്ട് എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകനെ ഒന്ന് സങ്കല്പിച്ചാൽ മതി മനസ്സിൽ. എന്ത് തനിക്ക് പകരം തന്റെ പ്രവാചകനാണ് ഈ നിൽക്കുന്നതെന്ന് വിചാരിച്ചു നോക്കിയ. നിനക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ പോകാമെന്ന് പറയുമ്പോ ആ സഹാബി പ്രതികരിക്കുകയാണ്, ഈ സ്ഥാനത്ത് മുഹമ്മദ് പോയിട്ട് മുഹമ്മദിന്റെ ഒരു കാലിൽ മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ സഹാബത്ത് ഇസ്ലാമിനെയും ഈമാനിനെയും മുറുകെ പിടിച്ചവരാണ്. ഇന്ന് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോഴേക്ക് ആളുകൾ പറയാം, അങ്ങനെ അങ്ങോട്ട് ഒരു തീവ്രവാദത്തിന്റെ ശൈലിയൊന്നും സ്വീകരിക്കേണ്ട, നമ്മളൊരു ബഹുമത സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് നടത്തി പോകേണ്ടി വരും അല്ലേ? എന്തേ സഹാബിക്കത് സങ്കല്പിച്ചാൽ പോലും ആയിക്കോട്ടെ, ഈ ഇരിക്കുന്നത് മുഹമ്മദ് ആണെന്ന് ഞാൻ 100% വിശ്വസിച്ചു. എനിക്ക് എന്റെ പേരെ കണ്ടുപോയ എന്റെ ഭാര്യന്റെ എന്റെ മക്കളോടൊപ്പം സുഖമായി സ്വസ്ഥമായി ജീവിക്കാമെന്നല്ല അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തെ മനസ്സിലാക്കിയത്. ഇതാ ഈമാൻ എന്ന് പറഞ്ഞാൽ, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നോക്കി നിങ്ങള്, അബൂ സുഫിയാൻ പറയുന്നുണ്ട്, എന്താ പറഞ്ഞ നിങ്ങള്? അബൂ സുഫിയാൻ പറയാണ്, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും മറ്റൊരാളെയും ഈ ലോകത്ത് സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അബൂ സുഫിയാന് ബോധ്യായി, വല്ലാത്ത സ്നേഹം തന്നെയാണ് പ്രവാചകന്റെ അനുയായികൾക്ക് പ്രവാചകനുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അല്ലേ? സഹോദരങ്ങളെ, പ്രവാചക സ്നേഹത്തിന്റെ എത്ര മഹിതമായ ഉദാഹരണങ്ങളാണെന്നറിയുമോ ചരിത്രത്തിലുള്ളത്? ഒറ്റ കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സഹാബത്തും പ്രവാചകൻ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വൈകാരികമായ ഒരു ബന്ധമായിരുന്നു, അത് ഊഷ്മളമായ ഒരു ബന്ധമായിരുന്നു. ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഖുറൈശികളുടെ പ്രതിനിധിയായിക്കൊണ്ട് പ്രവാചകനെ സന്ദർശിച്ച ഉർവത്ത് ബിൻ മസ്ഊദ് തിരിച്ചു ചെന്നിട്ട് ഖുറൈശികളോട് പറയുന്ന ചില സംസാരമുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, ഖുറൈശികളെ, ഞാൻ കിസ്റയെയും കൈസറിനെയും നജാഷിയെയും അവരുടെ കൊട്ടാരത്തിൽ സന്ദർശിച്ചവനാണ്. കിസ്റ കൈസർ ചക്രവർത്തിമാരെയും നജാഷിയെയും അവരുടെ കൊട്ടാരത്തിൽ പോയി കണ്ടവനാണ് ഞാൻ. എന്നാൽ മുഹമ്മദിന്റെ അനുയായികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും ആരെയും സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലട്ടോ എന്ന് അദ്ദേഹം അവിടെയുള്ള രാജാവിനോട് പറയാ, ഖുറൈശികളോട് പറയാ. പ്രവാചക സ്നേഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ഇന്ന് നമുക്കറിയാം, പ്രവാചക സ്നേഹത്തിന് പുതിയ മാനങ്ങളും പുതിയ പല വ്യാഖ്യാനങ്ങളും അതൊരു സീസണൽ കച്ചവടമാക്കി മാറ്റുകയും ചെയ്യുന്ന
ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിന്റെ അർത്ഥം കേവലം സ്വലാത്തും അതേ പ്രകാരം മൗലിദും മദ്ഹ് ഗാനാലാപനവുമായി അധപ്പതിച്ച ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. മദ്ഹ് പറഞ്ഞ് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഈ റമദാനിൽ സ്പെഷ്യലായി കൊണ്ടുവന്ന ഒരു കച്ചവടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കോഴിക്കോട്ടെ ഒരു പ്രത്യേകമായ കേന്ദ്രത്തിലെത്തിയതിനു ശേഷം 1/2 സെന്റിമീറ്ററോളം വളർന്നുവത്രേ. മുടി മാത്രമല്ല, പൊടിയുമുണ്ട്. പ്രവാചകന്റെ റൗള ഷരീഫിൽ നിന്ന് അവിടെ പറ്റിപ്പിടിച്ച പൊടിയെല്ലാം വാരിയെടുത്ത് അതും ഇപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അപ്പൊ മുടിയുമായി പൊടിയുമായി. പിന്നെ ഞങ്ങൾക്ക് എന്താ വേണ്ടത്? അല്പം നല്ല വെള്ളം വേണം. ആ വെള്ളത്തിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പൊഴിച്ച വെള്ളം വ്യാപകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും കുറച്ചെത്തിയിട്ടുണ്ട്. പ്രവാചകന്റെ വിരൽ കുത്തിയ സ്ഥലത്ത് പൊടിഞ്ഞ ആ വാട്ടർ സോഴ്സ്, അവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളവും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു ജ്യൂസ് അതെല്ലാവരും വാങ്ങിക്കൊണ്ടു പോകണം, വെറുതെ കളയരുത് എന്ന ഒരു പുതിയ കച്ചവടത്തിന്റെ തന്ത്രമായി ഈ റമദാനിൽ ഈ റബീഉൽ അവ്വൽ വന്നിരിക്കുന്നു കോഴിക്കോട്ടുകാരൻ. ഇതൊക്കെ പറയുമ്പോഴേ മുജാഹിദുകളും വേണമെന്ന് ആലോചിക്കാം. മറ്റുള്ളതൊക്കെ നമ്മൾ പങ്കെടുക്കുക എന്നിട്ട് ഇതിനെ നമ്മൾ എതിർക്കുക, അങ്ങനെയാണല്ലോ. പാടില്ല. അത് പാടില്ലെങ്കിൽ ഇതും പാടില്ല, ഇത് പാടില്ലേ അതും പാടില്ല. ഉണ്ടോ? ഒരു കൂട്ടർ ചെയ്യുമ്പോൾ തെറ്റും, നമ്മൾ ചെയ്യുമ്പോൾ ശരി എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നുണ്ട്, അത് പൈസ വാങ്ങുക. ഖുർആൻ പഠിപ്പിച്ചില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി. അന്യായമായി കൊണ്ട് ആളുകളെ പണം പിടുങ്ങുന്ന ചില പണ്ഡിതന്മാരും പുരോഹിതന്മാരെയും നിങ്ങൾ സൂക്ഷിക്കണം. അല്ലേ? വിശ്വാസികളെ വിളിച്ചിട്ടാ പറഞ്ഞത്. വിശ്വാസികളെ വിളിച്ചിട്ട് പറയാ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയകുലൂന അംവാലൻ നാസ്. ജനങ്ങളുടെ പണം അവര് പുട്ടടിക്കുന്നു, ബിൽ ബാത്തിലി, അന്യായമായി കൊണ്ട്. എന്നിട്ടോ വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അഥവാ യഥാർത്ഥ വിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ആളുകളെ വഴിതെറ്റിക്കാനും വേണ്ടിയിട്ടാണ്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, അവർ സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി നിക്ഷേപിക്കുന്നു. ആയത്തിറങ്ങിയത് കൊണ്ട് അന്നത്തെ കാലത്ത് നാണയം സ്വർണവും വെള്ളിയുമാണ്. ഖുർആൻ ആ വാക്ക ഉപയോഗിച്ചത്. ഭണ്ഡാരങ്ങളിൽ സ്വർണവും വെള്ളിയെ നിക്ഷേപിക്കാൻ ആൾക്കാർ ഇന്നും അന്നും. എന്നിട്ട് നോക്കുന്ന ഖുർആൻ പഠിപ്പിക്കുന്നു, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ 5 പൈസ കൊടുക്കൂല. ജാറത്തങ്ങൾക്ക് ഇതുപോലെയുള്ള സിറ്റികളിലേക്ക് എത്രയും കൊടുക്കാൻ മനുഷ്യന്മാർ തയ്യാറാണ്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കൂല. കിട്ടിയോലും അവരും കൊടുക്കൂല. കൊടുത്ത് ശീലമല്ല, വാങ്ങി വെച്ച ശീലമുള്ളൂ. കൊടുത്ത് ശീലമില്ല, വാങ്ങി വെച്ച ശീലമുള്ളൂ. അല്ലാഹു പഠിപ്പിക്കുന്നു, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്കൊക്കെ വേദനാജനകമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. സഹോദരങ്ങളെ, എങ്ങനെയാവണം പ്രവാചക സ്നേഹം? എന്തായിരിക്കണം നമ്മുടെ ഇസ്ലാം? എന്താണ് നമ്മുടെ ഈമാൻ? ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കി എന്റെ വിശ്വാസത്തിനും ദീനിനും നിരക്കാത്തതാണോ ഞാൻ ചെയ്യുന്നത് എന്നൊരു 2 വട്ടം ആലോചിക്കാനുള്ള പറ്റെങ്കിലും അള്ളാഹു ഓരോരുത്തരുടെയും തലച്ചോറിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിന്തിക്കുക, ആലോചിക്കുക, എന്നിട്ട് തീരുമാനം എടുക്കുക, അതെനിക്ക് പറ്റുമോ പറ്റൂല എന്നുള്ളത്. അങ്ങനെ ഒരു വകതിരിവുള്ള മുസ്ലിങ്ങളായി നമ്മൾ മാറുക. മുടി വളരും തോറും തളരുന്നത് വിശ്വാസികളുടെ ഈമാനാണ്. അതിനെതിരെ ജാഗ്രത പാലിക്കാൻ നമ്മൾ തയ്യാറാവണം. കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിടത്ത് എവിടെയെങ്കിലും തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നവനാണ് മുസ്ലിം. അങ്ങനെ പലതും തിരുത്തിയവരാണ് നമ്മൾ.
സത്യത്തിന്റെ കൂടെ നിൽക്കാൻ യാതൊരു മടിയും കാണിക്കാത്തവരാണ് മുസ്ലിമീങ്ങൾ. അതാണ് നമ്മുടെ പാരമ്പര്യം. എങ്കിൽ ചെയ്തു പോയതിനെ കുറിച്ചല്ല നമ്മൾ ആലോചിക്കേണ്ടത്, ഇനി വരാനുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനിയുള്ള ജീവിതമെങ്കിലും എനിക്ക് പാഴായിക്കൂടാ എന്ന് ചിന്തിച്ച് മടങ്ങാൻ നമ്മൾ തയ്യാറാവുക. നാഥൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹന്നാസ് തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത്, നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈമാൻ അത് നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളിലൂടെ ആ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോകേണ്ടതല്ല. ഏത് സമയത്തും ഈമാനോട് കൂടി ജീവിക്കാനും ആ രൂപത്തിൽ തന്നെ മരണപ്പെട്ടു പോകാനും നമ്മളെല്ലാവരും റബ്ബിനോട് പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ കേട്ട ഒരുപാട് വാർത്തകൾ ഏറെ സങ്കടകരമായ വാർത്തകളാണ്. വളരെ പെട്ടെന്നുള്ള മരണങ്ങൾ ഏറിക്കൊണ്ടിരിക്കുക. അതിൽ എൻ്റെ സുഹൃത്തും ബന്ധുവും നമ്മുടെ ഒരു മദ്രസ അധ്യാപകരുമായ സുഹൃത്തുണ്ട്. രാവിലെ മദ്രസ വിട്ട് വീട്ടിലേക്ക് എത്തി ഭാര്യയെയും കൂട്ടി സ്കൂട്ടറിൽ പോയ ഒരു 19-22 വയസ്സുള്ള വലിയ പ്രായം ഇല്ലാത്ത ഒരാളാണ് വളരെ പെട്ടെന്ന് റോട്ടിൽ വീണ് മരിച്ചത്. ഭാര്യനോട് പറയാണ്, എനിക്ക് തലമിന്നലുണ്ട്. വണ്ടി ഇങ്ങനെ വെട്ടുന്നുണ്ട്. അപ്പൊ ഭാര്യ പറഞ്ഞ് ഞാൻ സൈഡാക്കിയാണ്. സൈഡാക്കലും 34 ചാടി. പിന്നെ ആ വണ്ടിയും അവനും മറിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഫുൾ ടൈം ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹം വളരെ പെട്ടെന്ന് റോട്ടിൽ വെച്ച് മരണപ്പെടുകയാണ്. ഭാര്യ പറഞ്ഞെന്താന്ന് വെച്ചാൽ, മരിക്കാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. അപ്പം സ്ത്രീ എല്ലാവരും വിളിച്ചു വരുന്നത് വരെ ആ പെൺകുട്ടിയുടെ ധാരണ എന്താന്ന് ചോദിച്ചാൽ ICUലാണെന്നുള്ളതാണ്. ഞാൻ ഉണ്ടായ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നലെ നമുക്കറിയാം, മംഗലാപുരത്ത് നടന്ന ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടത് 5 സഹോദരിമാരാണ്. അത് ഈമാനും തൗഹീദും അതേ പ്രകാരം തന്നെ ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞാൻ പറയുന്നത്, മരണം ഏത് രൂപത്തിലാണ് നമ്മളെ തേടി എത്തുക എന്നുള്ളത് അറിയില്ല. ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. റബ്ബിന്റെ പിടുത്തം അതൊരു കഠിനമായ പിടുത്താണ്. ആ പിടുത്തം നമുക്ക് കഠിനമായേക്കാം, പക്ഷേ അള്ളാഹു അതിനെ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അല്ലേ? ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ചിരിക്കുന്നവരെ കരയിപ്പിക്കുന്നവനാണ് അള്ളാഹു. ചിരിക്കുന്നവരെ കരയിപ്പിക്കുന്നവനാണ് അള്ളാഹു. രാവിലെ 9 മണി വരെ മരണത്തെക്കുറിച്ചൊരു സൂചനയില്ല. ആ വീടാണ് കരയുന്ന കണ്ണീരൊപ്പുന്ന വീടുകളായി മാറുന്നത്. അവന്റെ ഉമ്മയുടെ സങ്കടം കേട്ടുകൂടാ. 2-3 തവണ ഉണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ട് അവസാനം മയ്യത്തെടുക്കുന്ന സമയത്ത് എൻ്റെ സാന്നിധ്യം ഞാൻ അവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടി അല്പം മാറി നിൽക്കേണ്ടി വന്നു. ഇതൊക്കെ നമുക്കൊക്കെ വരുന്ന അനുഭവങ്ങളാണ്. ഞാനൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ആ മരണത്തെ നമ്മൾ എപ്പോഴും കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ് നിങ്ങളെ മരണം. അല്ല, ഒരു ബട്ടൺസിൽ നിന്ന് അടുത്ത ബട്ടൺസിലേക്കുള്ള ദൂരം മാത്രമേ നമ്മളും മരണവും തമ്മിലുള്ളൂ. ഇപ്പൊ കണ്ടവരെ കണ്ടു. 1 മണിക്കൂർ കഴിഞ്ഞാൽ ആരാണ് മയ്യത്ത് എന്ന ആ അവസാനത്തെ നാമത്തിന്, പേരിന്, ആ ഒരു ഇസ്മിന്, ആ ഒരു നെയ്മിന് അർഹനാകുന്നതെന്ന് അറിയില്ല. സഹോദരങ്ങളെ, എപ്പം മരണപ്പെട്ടാലും അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കി മരണപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനുകളായി, മുസ്ലിമുകളായി, വഹീദുകളായി മരണപ്പെടാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട എല്ലാ സഹോദരങ്ങൾക്കും, നമ്മുടെ വാപ്പ, ഉപ്പ,
മാതാപിതാക്കളുണ്ട്, കാരണവന്മാരുണ്ട്, നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അവന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ വീട് കബറിടങ്ങളെ അള്ളാഹു സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മുഴുവൻ പാപങ്ങളും വിട്ടുപുറത്തു മാപ്പാക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗികളായി വിശ്രമത്തിലാണ്. അവർക്കൊക്കെ അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين والحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين.